pietà popolare. Durante la messa ho sentito forte la presenza spirituale di Papa Francesco, che dal cielo ci accompagna. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പേര് പറയുമ്പോൾ വലിയ ഹർഷാരവം, വലിയ കയ്യടിയാണ് വീരുന്നത്. ഒരുപക്ഷെ ഇത്രയും ഒരു വലിയ ജനകീയ ഉണ്ടായിട്ടുള്ളൊരു മാർപ്പാപ്പ സമീപകാലത്ത് ഉണ്ടായിട്ടില്ല. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വളരെ ജനകീയനായിരുന്നു. പക്ഷെ ആധുനിക ലോകത്തെ പ്രതിനിധീകരിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും ശക്തമായ നിലപാടെടുത്ത ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ആദരവ് അർപ്പിക്കുകയാണ് ലിയോ 14 തന്റെ മുൻഗാമിയായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വഴികളിലൂടെ ഞാനും നടക്കുമെന്നും അദ്ദേഹത്തിന്റെ നന്മകളെ സ്വാംശീകരിക്കുമെന്നും അദ്ദേഹം തെളിച്ച വഴികൾ എനിക്ക് പ്രകാശമരുളുമെന്നുമുള്ള പ്രത്യാശയോടുകൂടെ അദ്ദേഹത്തിന്റെ ദേഹവിയോഗത്തിന് ശേഷം സ്ഥാനമേറ്റെടുക്കുമ്പോൾ ലിയോ 14 മാർപ്പാപ്പ അദ്ദേഹത്തെ കൃത്യതയോടെ ഓർത്തുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് ജെയിംസ് സാറ് പറഞ്ഞതുപോലെ ഹർഷാരവമുണ്ടായത്. ഈ ഇന്നത്തെ ചടങ്ങുകളിൽ പങ്കെടുത്തവർക്കും ഇതിനുവേണ്ടി ക്രമീകരണങ്ങൾ വരുത്തിയവർക്കുമൊക്കെ ലിയോ 14 മാർപ്പാപ്പ നിറഞ്ഞ ഹൃദയത്തോടുകൂടെ നന്ദി പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന വിശുദ്ധ കുർബാനയുടെ അവസാന നിമിഷങ്ങളിലാണ് നാം ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഡോക്ടർ ആന്റണി വടക്കേക്കര അച്ഛൻ വളരെ മനോഹരമായിട്ട് ഇതിൻ്റെ ദൃശ്യങ്ങൾ, അതിൻ്റെ പ്രാർത്ഥനാ ശുശ്രൂഷകളെ കുറിച്ച് വിശദീകരിച്ചു. ഇത് കാണുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം 24-ലൂടെ കാണുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് ഇത് വലിയ വിജ്ഞാനപ്രദമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇപ്പം ഞാൻ ജേർണലിസ്റ്റ് എന്ന നിലയിൽ ചിലപ്പോൾ ഡീവിയേറ്റ് ചെയ്തുകൊണ്ട് ചോദ്യമൊക്കെ ചോദിച്ചു കാണാം. പക്ഷെ അതൊരു ഇതിൻ്റെ ഭാഗമാണ്. വെറും ശുശ്രൂഷ മാത്രമല്ല, ശുശ്രൂഷയ്ക്ക് മറ്റ് ലോകത്തിന്റെ വിവിധ തലങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധമുണ്ട് എന്ന് കാണിക്കുന്ന ഇതുകൂടിയാണ് ഞാൻ ചോദിച്ച ചോദ്യങ്ങളുടെ ഒരർത്ഥം. ഞാൻ ഒരുപക്ഷെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കുറിച്ച് ഇവിടെ ലിയോ 14 മാർപ്പാപ്പ സംസാരിക്കുമ്പോൾ ഏറ്റവും അവസാനം ഫ്രാൻസിസ് മാർപ്പാപ്പ വിട പറഞ്ഞപ്പോൾ എഴുതി വെച്ചത് പാപ്പ മൊബിയില് ഗസയിൽ പിടഞ്ഞു വീണ് മരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. അതുപോലെ തന്നെ തൻ്റെ ചെറിയ സമ്പാദ്യം നീക്കി വെച്ചത് റോമിലെ ജയിൽവാസികൾക്കാണ്. ഒരുപക്ഷെ കത്തോലിക്ക സഭയുടെ മുഖം മാറ്റത്തിന്റെ ഒരു സൂചികയായിട്ട് ഇത് കാണേണ്ടി വരും, ഇല്ല അച്ഛാ? തീർച്ചയായും കാലാകാലങ്ങളിൽ ഇപ്രകാരമുള്ള വ്യത്യസ്തങ്ങളായ പല രീതികളും അനുവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം സ്വാഗതം ചെയ്യുന്നു. ഒരു സൈഡിൽ നമുക്ക് ഓർത്തഡോക്സി ഉണ്ട്, പരമ്പരാഗതമായ ചില രീതികളുണ്ട് കത്തോലിക്ക സഭയിൽ. അത് ഏതൊരു മതവിഭാഗത്തിനുമുണ്ടല്ലോ, ഏതൊരു വിശ്വാസ സംഹിതയ്ക്കുമുണ്ടല്ലോ, ഏതൊരു പ്രസ്ഥാനത്തിനുമുണ്ടല്ലോ. എന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയും വെള്ളം ചേർക്കുകയല്ല, മറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൂടുതൽ ജനകീയമായി വിശ്വാസികൾക്ക് എല്ലാവർക്കും സ്വീകാര്യമായ രീതിയിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ ഈ അടുത്ത കാലങ്ങളിലൊക്കെയും നമ്മൾ കണ്ടിട്ടുള്ള കാര്യം. അതിന് ഫ്രാൻസിസ് മാർപ്പാപ്പ തീർച്ചയായും ഒരു കാരണമായിട്ടുണ്ട്. ലിയോ 14 മാർപ്പാപ്പയും ആ വഴികളിലൂടെ നടക്കുമെന്ന് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. കൈകൾ വിരിച്ച് ലിയോ 14 മാർപ്പാപ്പ പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നൽകുന്ന വിശുദ്ധമായ നിമിഷങ്ങളിലാണ് നാം എല്ലാവരും. വിശ്വാസികളായ പ്രേക്ഷകര് കരങ്ങൾ കൂപ്പി എഴുന്നേറ്റ് നിന്ന് അല്ലെങ്കിൽ മുട്ടിന്മേൽ നിന്ന് ഈ ആശീർവാദ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ട് പരിശുദ്ധ പിതാവിന്റെ സ്ഥാനാരോഹണത്തിൽ അദ്ദേഹത്തിന്റെ പേപ്പസിയുടെ ഉദ്ഘാടന കുർബാനയിൽ പങ്കെടുത്തതിന്റെ വലിയ വികാര തീവ്രമായ വൈകാരികമായ നിമിഷങ്ങളാണ് കേട്ടോ. ഞാനും അതിന് സാക്ഷ്യം വഹിച്ചു എന്ന് അഭിമാനിക്കാവുന്ന രീതിയിൽ ഈ പ്രേക്ഷകരെല്ലാവരും ഒരുപക്ഷെ വത്തിക്കാൻ ചത്തുരത്തിൽ പോയി നിന്നാൽ എന്ന വണ്ണം കണ്ടുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. തല കുമ്പിട്ട് ആശീർവാദം സ്വീകരിക്കുന്ന വിശുദ്ധമായ നിമിഷങ്ങൾ കർദിനാളന്മാരോടൊപ്പം നമുക്കും പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പായുടെ ആശീർവാദം സ്വീകരിക്കാനായി പ്രാർത്ഥിച്ചൊരുങ്ങാം. Requiescant in pace. സമാധാനം നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞാണ് ലിയോ 14 മാർപ്പാപ്പ സ്ഥാനാരോഹണ ചടങ്ങുകളുടെ വിശുദ്ധ കുർബാനയുടെ സമാപന ആശീർവാദം നൽകിക്കൊണ്ട് പറഞ്ഞ വാക്കുകൾ. പ്രിയപ്പെട്ടവരെ, ഒരു കൗതുകകരമായ കാര്യം കൂടെ ഞാൻ അവതരിപ്പിക്കാം. ലിയോ എന്ന പേര് സ്വീകരിച്ചപ്പോൾ പലരും നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ച ചോദ്യമാണ്, എന്താണ് ലിയോ എന്ന പേര് സ്വീകരിക്കാനുള്ള കാരണം? അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ലത്തീൻ ഭാഷയിൽ ലിയോ എന്ന പേരിന്റെ അർത്ഥം സിംഹം എന്നാണ്. പ്രതീകാത്മകമായി ലിയോ എന്നാൽ ശക്തി എന്നോ ധൈര്യമെന്നോ നേതൃപാടവമെന്നോ വിളിക്കാൻ സാധിക്കും. മർക്കോസ് സുവിശേഷകന്റെ
സിംബലും പ്രതീകവും സിംഹമാണ് എന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഫ്രാൻസിസ് അസീസിയുടെ അടുത്ത സുഹൃത്തിന്റെ പേരും ലയോ എന്നായിരുന്നു. താൻ സ്വീകരിച്ചിരിക്കുന്ന ലയോ 13 മാർപ്പാപ്പയുടെ പാത പിന്തുടരാനുള്ള പേരാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട് ഈ പേരിലൂടെ എന്നുള്ളതും വ്യക്തമാണ്.